അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ. ഞങ്ങൾ പരസ്പരം സഖാക്കളെയും നല്ല വിളിക്കുന്നത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ സഹോദര എന്നർത്ഥം, കോമ്രേഡ്, ഫ്രഞ്ച് വേർഡാണത്. ഞങ്ങൾ സഹോദര എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ അയ്യപ്പ അയ്യപ്പ എന്നാണ് വിളിക്കുന്നത് സ്വാമിമാർ, അല്ലേ? സെയിം. അവിടെ ജാതിയും ബന്ധമില്ല, എല്ലാവർക്കും കയറാമല്ലോ. അങ്ങനെ ക്ഷേത്രങ്ങൾ കുറവല്ലേ? സർവ്വമതസ്ഥർക്കും പോവാം. അവിടെ പ്രതിമ അവിടെ എടുത്ത് മാറ്റണമെന്നൊക്കെ ആരാണ് ഭ്രാന്ത് പറയുന്നത് കേട്ടു. പിന്നെ ശബരിമല ഉണ്ടാവില്ല എടുത്ത് മാറ്റിയാൽ, മനസ്സിലായില്ലേ? പിന്നെ അവിടെ ശബരിമലയൊന്നും ഉണ്ടാവില്ല, ആ വിശ്വാസം പോകും. അങ്ങനെയൊന്നും ആർക്കും തൊടാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രീയം കളിക്കാനൊന്നല്ല അവിടെ പോയിട്ടുണ്ടല്ലോ, എല്ലാം ഭംഗിയായിട്ട് നടത്തി കൊടുത്തല്ലോ. അയ്യപ്പന്മാർ വന്ന് കൂടുന്നല്ലോ. വളരെ ദൂരെയുള്ള 5-6 ജില്ലകളിൽ തന്നെ 72 ഇടക്കാല താവളങ്ങൾ ഞാൻ ഉത്തരവിട്ടല്ലോ. അതൊന്നും അമ്പലപ്പുഴ ക്ഷേത്രമായിരുന്നു. ആ 70 ദിവസമാണിത്. 70 ദിവസവും അവിടെ വരുന്നവർക്കെല്ലാം ചുക്ക് കാപ്പി, ഉണ്ണിയപ്പം, ഇലയപ്പം, ഇത്തരം ഭക്ഷണങ്ങളെ പിരിക്കാനുള്ള എല്ലാം അങ്ങനെ 75 കേന്ദ്രങ്ങളിൽ കൊടുത്തു. ചരിത്രത്തിലാദ്യമാണ്. റോപ്പ് വേ ഒക്കെ ഉണ്ടാക്കാനുള്ള അതടക്കമുള്ള ശബരിമല മാസ്റ്റർ പ്ലാൻ എങ്ങും തൊടാതെ കിടന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിയമിച്ച രാമൻ നായർ ബോർഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ആ ബോർഡിനെ ഞാനങ്ങ് പിരിച്ചുവിട്ടു. എൻ്റെ സാർ പോലും പറഞ്ഞു അവർ നിയമിച്ച രാമൻ നായർ അവർക്ക് ഇനി വേണ്ട, പിരിച്ചുവിട്ടേക്കാൻ പുതിയ നിയമം കൊണ്ടുവന്നു. അത് പട്ടികജാതിക്കാരനെ വെച്ചു, ജാതിക്കാരിയെ വെച്ചു, ഒരു സ്ത്രീയെ വെച്ചു 50 വയസ്സായ. 4 വർഷം മോഷണം നടത്തുന്നവിടെ 2 വർഷം അടിച്ചുരുക്കി. ഇപ്പൊ വീണ്ടും 4 വർഷം ആക്കാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നിരിക്കുക. 4 വർഷമാക്കിയാൽ കുഴപ്പമാണ്. പിന്നെ 3 വർഷമാക്കി UDFിന്റെ കാലത്ത് 2011. 2016 നമ്മുടെ ദേവസ്വം മന്ത്രി വന്നെങ്കിലും അത് മാറ്റിയില്ല. ഇപ്പോഴും 3 വർഷമാണ്. ആ 2 വർഷം എന്തിനു മാറ്റി? ആ മാറ്റിയത് ചർച്ച ചെയ്ത് അന്നത്തെ പ്രസ്ഥാനവും അന്നത്തെ ഗവൺമെന്റും ഒക്കെ ആലോചിച്ചിട്ടല്ലേ, മുഖ്യമന്ത്രി ദിവസമായിട്ടും പാർട്ടി സെക്രട്ടറി പിണറായിയായിട്ടൊക്കെ ആലോചിച്ചല്ലേ 2 വർഷമാക്കിയത്. ഈ റിസർവേഷൻ ചരിത്ര പ്രാധാന്യമുള്ളതല്ലേ. 2ാം ക്ഷേത്രപ്രവേശന വിളംബരമെന്നാണ് കേരളത്തിലെ പ്രമുഖ പത്രമായ കേരളകൗമുദി അന്ന് ഇടിച്ചോണ്ട് എഴുതിയത്. മലബാർ ദേവസ്വം നിയമം ബോർഡ് ഉണ്ടാക്കി കൊടുത്തു. ഗുരുവായൂരിൽ മറ്റേ പെൺകുട്ടി സ്ത്രീകൾക്ക് ചുരിദാറിട്ട് കയറാൻ അവസരം കൊടുത്തു. അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഡെയ്റ്റിയാണ്, വിഗ്രഹമാണെന്ന് പ്രഖ്യാപിച്ചു. അല്ലാതെ അവിടുത്തെ പൂജാരിയല്ല. പൂജാരി 2ാമത് മാത്രമാണ്, അല്ലെ 3ാമതാണ്. പിന്നെ പൂജാരി. ഇതെല്ലാം നമ്മൾ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് അസംബ്ലിയിലും വെളിയിലും നിർഭയമായിട്ടായത്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ, അതായത് ഉദ്യോഗസ്ഥ നിയമനങ്ങൾക്ക് അടക്കം പുതിയ സംവിധാനം കൊണ്ടുവന്നു. ചെയ്തിട്ടും 3.5 വർഷം കഴിഞ്ഞപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അതായത് അപ്പോഴാണ് ഈ കടന്നപ്പള്ളിയുടെ പാർട്ടി ഇതിനകത്ത് കയറുന്നത്. അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനം കൊടുക്കണം. ഇപ്പൊ പിണറായി ഞാനിവിടെ ആരും വീട്ടിലായിട്ട് ഉച്ചയ്ക്ക് എന്നെ ഫോണിൽ വിളിച്ചു, ഞാൻ കടന്നപ്പള്ളിക്കൊരു കൊടുക്കണം, നമുക്ക് ഇതൊക്കെ കൊടുത്താലും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ബാക്കി കാര്യം അവിടെ ചെന്ന് സംസാരിക്കാം, വരുമ്പോൾ സംസാരിക്കാം. ഞങ്ങൾ സംസാരിച്ചില്ല, അത് കൊടുത്തു. എനിക്കായിരുന്നൊരു പ്രശ്നമില്ല. പകരം വകുപ്പൊന്നും കിട്ടിയില്ല, ഞാൻ ചോദിച്ചതുമില്ല. അപ്പോഴും എനിക്കല്ല കയറും കോഓപ്പറേറ്റീവ് വലിയ 2 വകുപ്പുകൾ. പിന്നെ തന്നിട്ട് പ്രധാനപ്പെട്ട വകുപ്പ് രജിസ്ട്രേഷൻ, PWD ഒക്കെ തന്നില്ലേ, റെയിൽവേയുടെ ചാർജ് കേരളത്തിൽ. അതിനൊന്നും പ്രശ്നമില്ല, ഇതൊന്നും ചോദിച്ചു വാങ്ങുന്നതല്ലല്ലോ. അപ്പോൾ ഒരു വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ അത് നന്നായി ചെയ്തുകൊണ്ടല്ലേ പിന്നെ ആക്കിയത്. പിന്നെ 2 തവണ കൂടുതൽ വേണ്ട എന്നുള്ളത് വന്നതുകൊണ്ടല്ലേ മാറേണ്ടി വന്നത്.